ഹലോ മക്കളെ, എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ ശ്രുതി ടീച്ചറാണ്. നമ്മൾ കുറെ ആയില്ലേ കാണാത്തത്. 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് മാറി വന്നതിന് ശേഷം നമ്മളിൽ പലരും കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ചിലുള്ള മക്കളുമായിട്ട് ടീച്ചർ സംസാരിക്കാറുണ്ട് അല്ലേ, നമ്മുടെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ യൂട്യൂബിലേക്കും നമ്മൾ വരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത്, എനിക്കറിയാം നിങ്ങൾക്ക് പാഠപുസ്തകമൊക്കെ മാറിയത് കൊണ്ട് വളരെ അത്യാവശ്യമാണ് പഠന പ്രവർത്തനങ്ങളും അതുപോലെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലേ. ടീച്ചറിനെ പരിചയമില്ലേ? ശ്രുതി ടീച്ചറാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ സൈലത്തിന്റെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം. ഇന്ന് ടീച്ചർ പറയുന്നത് നിങ്ങളുടെ അടിസ്ഥാന പാഠാവലിയിൽ ആദ്യത്തെ യൂണിറ്റ് എന്താണ്? കതർച്ചൂടും നാടിൻ പെരുമകൾ അല്ലേ. കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മണ്ണിന്റെ മണമുള്ള അല്ലെങ്കിൽ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ്. അതിലപ്പുറം ഒരു മനോഹരമായ കവിതയാണ്. ആ കവിത എല്ലാ വർഷവും നിങ്ങൾ തപ്പി നടക്കാറുള്ള ഒരു സംഗതിയാണ് ആസ്വാദനക്കുറിപ്പ് അല്ലെ. അതും പരീക്ഷ ആവുന്ന സമയത്താണ് ആസ്വാദനക്കുറിപ്പിന് ഡിമാൻഡ് ഏറുന്നത്. പക്ഷെ ഇപ്പൊ ടീച്ചർ കുറച്ച് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞു തരാം. ഗ്രാമശ്രീകൾ എന്ന് പറയുന്നത് കടത്തനാട്ട് മാധവി അമ്മയുടെ അല്ലെ അതിമനോഹരമായ ഒരു കവിതയാണ്. അതിന്റെ എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്? ആസ്വാദനക്കുറിപ്പാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. അതിന്റെ പാഠത്തിന്റെ അല്ലെങ്കിൽ കവിതയുടെ തുടക്കം എന്തായിരുന്നു? നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ, ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ. എഴുത്തുകാരി അല്ലെ കടത്തനാട്ട് മാധവി അമ്മ വയൽ വരമ്പത്ത് നിന്നുകൊണ്ട് കർഷക സ്ത്രീകൾ അധ്വാനിക്കുന്നത് കാണുമ്പോൾ മാധവി അമ്മയ്ക്ക് തന്നെ തന്നോട് ലജ്ജ തോന്നുകയാണ്. കാരണം എന്താണ്? ആ അഭിജാത്യത്തിന്റെ അല്ലെങ്കിൽ ഉയർച്ചയുടെ അല്ലെങ്കിൽ നീളൻ കുട ചൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവര് കർഷക സ്ത്രീകൾ വെയിൽ കൊണ്ട് പാടത്ത് പണിയെടുക്കുന്ന സമയത്ത് ആ എഴുത്തുകാരി കുടയൊക്കെ ചൂടി ഇങ്ങനെ വെയിലൊന്നും കൊള്ളാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ കാഴ്ച കാണുമ്പോ നാണം വരുന്നത് ആർക്കാണ്? എഴുത്തുകാരിക്ക് തന്നെയാണ് അല്ലേ. കാരണം എന്താണ്? അവര് അധ്വാനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ നന്മകളാണ്. ഞാൻ കുലമഹിമയും അഭിജാത്യവും ഒക്കെ പറഞ്ഞ് കുടയൊക്കെ ചൂടി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. എന്ത് മനോഹരമായിട്ടാണ് ഇവർ ഈ ഒരു കല അല്ലെ, കൃഷിയെ കലയായിട്ടൊക്കെയാണ് കാണുന്നത്. നമുക്ക് ആ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാ എഴുതുന്നതെന്ന് നോക്കിയാലോ. നിങ്ങൾക്കറിയാം ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് എഴുതിയത്, ഏതാണ് കവിത എന്നല്ലേ ആദ്യം എഴുതേണ്ടത്. ആദ്യം അത് എഴുതാ. പിന്നെ ചുരുങ്ങിയ വാക്കുകളിലെ കവിതയുടെ ആശയം നമ്മൾ വിശദീകരിക്കണം അല്ലെ. അതിനുശേഷം നമ്മൾ എന്താണ് എഴുതേണ്ടത്? അതിനുശേഷം കവിതയിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ടോ, പ്രയോഗ ഭംഗികളുണ്ടോ, വർണ്ണനകളുണ്ടോ, ശബ്ദഭംഗികളുണ്ടോ എന്നൊക്കെ നോക്കി കണ്ടുപിടിക്കണം അല്ലെ. അതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ആ കവിത മനസ്സിലേക്ക് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ആ കവിതയിൽ നിന്ന് പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ എന്താണ്? നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടും കൂടെ ഈ ഒരു കവിതയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുക അല്ലെ. ആസ്വാദനക്കുറിപ്പിൽ നിങ്ങളുടേതായ ഒരു സംഭാവന കൊടുക്കണ്ടേ അല്ലെ, അതും കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട വരി ഉണ്ടെങ്കിൽ അതും അതിന്റെ ഒരു കാരണവും കൂടെ എഴുതിയാൽ ആസ്വാദനക്കുറിപ്പ് പൂർണ്ണമായി. ഇത് ടീച്ചർ എഴുതിയ ആസ്വാദനക്കുറിപ്പാണ്. ടീച്ചർക്ക് വായിച്ച സമയത്ത് എന്താണ് ഈ കവിത എന്ന് ടീച്ചർക്ക് എങ്ങനെയാണ് തോന്നിയത്, മനസ്സിൽ നിറഞ്ഞത് എന്നാണ് ടീച്ചർ ഈ ആസ്വാദനക്കുറിപ്പിലൂടെ എഴുതുന്നത്. ഇത് നിങ്ങളൊരു ഉദാഹരണം മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ ഭാഷയിൽ ആസ്വാദനക്കുറിപ്പ് മനോഹരമാക്കണം കേട്ടോ. അപ്പൊ നമ്മൾ തുടങ്ങിയാലോ? നമ്മൾ തുടങ്ങാം അല്ലേ. നമ്മൾ തുടങ്ങാണ്. പാടത്തു പണിയെടുക്കുന്ന സ്ത്രീകളോടുള്ള ആദരവ് സൂചിപ്പിക്കുന്ന കേരളത്തിന്റെ കാർഷിക സംസ്കാരം വിളിച്ചോതുന്ന മനോഹരമായ കവിതയാണ് കടത്തനാട്ട് മാധവി അമ്മയുടെ ഗ്രാമശ്രീകൾ എന്നാണ് പറയുന്നത്. ആദ്യം ടീച്ചർ എന്താണ് എഴുതിയത്? ടീച്ചർ ആദ്യം എഴുതി ഏത് കവിതയാണ് അല്ലെ, കവിതയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആദ്യം എഴുതി. ആശയമല്ല, എന്താണ് കവിത, ആരുടേതാണ് കവിത എന്നാണ് എഴുതിയത്. പാടത്തു പണിയെടുക്കുന്ന സ്ത്രീകളോടുള്ള ആദരവ് സൂചിപ്പിക്കുന്ന കേരളത്തിന്റെ കാർഷിക സംസ്കാരം വിളിച്ചോതുന്ന മനോഹരമായ കവിതയാണ് കടത്തനാട്ട് മാധവി അമ്മയുടെ ഏത് കവിത? ഗ്രാമശ്രീകൾ. അത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ടീച്ചർ എഴുതി. അതിനുശേഷം കവിതയിലെ ആശയത്തിലേക്ക് ടീച്ചർ വരികയാണേ. നിങ്ങൾ നോക്കൂ. നീളൻ കുട ചൂടി വയൽവരമ്പിൽ നിൽക്കുന്ന കവയിത്രി കാണുന്നത് പിരിയോല കുട പോലും ചൂടാതെ സൂര്യന്റെ ചൂടേറ്റ് വയലിൽ പണിയെടുക്കുന്ന കർഷക സ്ത്രീകളെയാണ്. ഉന്നത കുലജാതയായ എഴുത്തുകാരി തന്റെ കേമത്തം കാണിച്ച് നീളൻ കുട ചൂടി പുറത്തു നിൽക്കുമ്പോൾ അവർക്ക് ലജ്ജ തോന്നുകയാണ്.
നാടിനു വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷക സ്ത്രീകൾക്ക് മുന്നിൽ താൻ എത്ര നിസ്സാരക്കാരി എന്ന് എഴുത്തുകാരിക്ക് തോന്നുന്നതാണ് കവിതയുടെ സാരം. നമ്മൾ അതവിടെ പറഞ്ഞു വെച്ചു. എന്താണ് കവിത എന്നല്ലേ ഈ കവിതയിൽ സംവദിക്കുന്ന ആശയം. പിന്നെ കവിതയിലേക്ക് പോകാട്ടോ. പാടത്തു പണിയെടുക്കുന്ന കർഷക സ്ത്രീകളോട് നിങ്ങൾ ഏത് വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് ഈ വിദ്യ അഭ്യസിച്ചതെന്നും ഏത് അധ്യാപകനാണ് ഇത് പകർന്നു തന്നതെന്നും ചോദിച്ചുകൊണ്ടാണ് കവിതയുടെ തുടക്കം. അല്ലെ, നിങ്ങൾ എവിടെ നിന്നാണ് ഈ വിദ്യ, ഈ കൃഷി വിദ്യ, അല്ലെ, കൃഷിപ്പണി പഠിച്ചത് എന്നാണ് അവര് ചോദിക്കുന്നത്. നേരം പുലരുമ്പോൾ കർഷക സ്ത്രീകൾ പരസ്പരം വിളിച്ചുണർത്തുന്നതും ഒരുങ്ങുന്നതും വയലിൽ ജോലിക്ക് പോവാൻ തയ്യാറാവുന്നതും വയലിൽ അതിമനോഹരമായി ജോലി ചെയ്യുന്നതും കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നു. അല്ലെ, നേരം വെളുക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലുള്ള കൂട്ടുകാരികളെ, അല്ലെ, മറ്റു സ്ത്രീകളെ വിളിച്ചുണർത്തുകയാണ്. എണീക്കുന്നില്ലേ, വരൂ, നമുക്ക് ജോലിക്ക് പോകാനായി എന്നല്ലേ. ഒരാളോട് ഉറങ്ങിപ്പോയാല് അടുത്ത വീട്ടിലുള്ള അവര് വിളിച്ചുണർത്തുന്ന ഒരു രീതി ഇപ്പോഴൊക്കെ നമുക്കത് ഊഹിക്കാൻ പറ്റുമോ? തൊഴിലുറപ്പിലൊക്കെ പോകുന്നവര് വേണമെങ്കിൽ അങ്ങനെ ചിലപ്പം വിളിക്കാറുണ്ട്. അല്ലേ, നീ ചായ ഒന്നും കുടിച്ചില്ലേ, വാ പണിക്ക് പോകാനായി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അമ്മമാരും വീട്ടിനടുത്തുള്ളവരൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അല്ലേ. അതുപോലെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതാ, ഗ്രാമത്തിന്റെ ഐശ്വര്യമായ കർഷക സ്ത്രീകൾ പാടത്ത് പണിയെടുക്കുമ്പോൾ പ്രകൃതിയും മനോഹരമാവുന്ന ചിത്രം ഇവിടെ തെളിയുന്നു. ദിഗന്ധങ്ങൾ, ദിക്കുകളെ ചുറ്റുപാടും എന്താണ് പതുക്കെ ഉണരുമ്പോൾ നേരിയ മഞ്ഞുപോലെ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അല്ലെ, ചാറ്റൽ മഴ പാറുന്നതും ആ പൂമഴയിൽ, ആ മനോഹരമായ ഇളം മഴ, അല്ലെ, നന്നായിട്ട് പെയ്യുന്നില്ല, ആ പൂമഴയിൽ പാടവും അതുപോലെ കുടിലുകളും ചക്രവാളാന്തവും എല്ലാം നനഞ്ഞു കുളിരുന്നത് കാണുമ്പോൾ കേരളം എത്ര സുന്ദരമാണെന്ന് കവയിത്രി അത്ഭുതപ്പെടുകയാണ്. പിന്നെ പറയാണ്, പെണ്ണുങ്ങൾ നാടിന്റെ അരുമ മക്കളാണെന്നും നാടിന്റെ പട്ടിണി മാറ്റുന്ന കർഷക സ്ത്രീകളാണ് ഗ്രാമത്തിന്റെ ഐശ്വര്യമെന്നും ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ പറയുന്നു. പിന്നെ പറയുന്ന എന്താണ്, കാലുകൾ ചളിയിൽ കുതിച്ചുകൊണ്ട് ഞാറിന്മേൽ കൈകൾ കിണഞ്ഞ് കർഷക സ്ത്രീകൾ അതിമനോഹരമായി വയലിൽ പണിയെടുക്കുമ്പോൾ പ്രകൃതി നീലപ്പട്ടു വിരിച്ചതുപോലെ മനോഹരമാകുന്നു. പിന്നെ വയലിൽ പണിയെടുക്കുന്ന കർഷക സ്ത്രീകൾ പണിയെടുക്കുന്നതിന്റെ ആ ഒരു ഭംഗിയെ പറ്റിയാണ് പറയുന്നത്. അല്ലെ, ചളിയിൽ കുതിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കാലുകളൊക്കെ ചളിയിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് ഞാറിന്മേൽ കൈ കിണഞ്ഞ്, അല്ലെ, കർഷക സ്ത്രീകൾ അതിമനോഹരമായി വയലിൽ പാട്ടുപാടുന്നു. ഒപ്പം എന്താണ് ചെയ്യുന്നത്, ഇത് നോക്കൂ മക്കളെ. നാടിന്റെ വീരകഥകൾ അവർ ഈണത്തിൽ പാടുമ്പോൾ അതൊരു കലാവൈഭവമാകുന്നു എന്നും കവയിത്രി പറയുന്നു. പാട്ട് പാടൂലേ, വടക്കൻ പാട്ടും നാടൻ പാട്ടുകളും കൃഷിപ്പാട്ടുകളൊക്കെ പാടിക്കൊണ്ടായിരിക്കും അല്ലെ അവർ പണിയെടുക്കുന്നത്. അങ്ങനെ പാട്ടുകളൊക്കെ പാടുമ്പോൾ അതിങ്ങനെ അന്തരീക്ഷത്തിൽ വായുവിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് എന്ന് കവിതയിൽ പറയുന്നുണ്ട്. ഈ കലാസൃഷ്ടിക്ക് മുന്നിൽ നമസ്കരിക്കുകയാണ് എഴുത്തുകാരി. ഒപ്പം പാഴ്ചെളിയിൽ അമരുന്ന ഗ്രാമീണ കന്യകമാരുടെ കാലുകൾ താമരത്താളിനോട് ഉപമിച്ച് മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നു. വയലില് അവര് ചളിയില് പണിയെടുക്കുന്ന അവരുടെ കാലുകൾ ഉണ്ടല്ലോ, അത് താമരത്താളിനോട് ഉപമിക്കുകയാണ് കവിതയില്. പിന്നെ നമ്മുടേതായ ഇവിടം വരെ നമ്മൾ എന്തെഴുതി, ഇവിടം വരെ കവിത എന്താണെന്നും അതുപോലെ കവിതയിൽ എന്താണ് പറയുന്നതും എന്നാണ് നമ്മൾ എഴുതിയത്. പിന്നെ നമ്മുടേതായ ഒരു വേർഷൻ ആസ്വാദനക്കുറിപ്പിൽ കൊടുക്കണ്ടേ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും അന്യമാവാത്ത വിധം കാർഷിക സംസ്കാരത്തെ ചേർത്തു നിർത്താനും പുതിയ തലമുറയ്ക്ക് മണ്ണിനോടും പ്രകൃതിയോടുമുള്ള മനോഭാവം മാറാനും ഇത്തരം കവിതകൾ ഒരു ഊർജമാണെന്ന് നിസ്സംശയം പറയാം. ഇത് ടീച്ചറുടേതായ ഒരു വേർഷൻ ആണ് ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് തന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ മാറ്റങ്ങൾ വരുത്തി എഴുതാം. തുടക്കം എന്ത് വേണം, ആരെഴുതിയത്, എങ്ങനെയാ. പിന്നെ കവിതയുടെ ഒരാശയത്തിലേക്ക് വരിക. കവിതയിലെ ചില മനോഹരമായ പ്രയോഗങ്ങളെ പറ്റി നിങ്ങൾക്ക് എടുത്തു പറയാം. പിന്നെ നമ്മുടേതായ ഒരു അഭിപ്രായം പറയാം. പിന്നെ ഇഷ്ടപ്പെട്ട വരികൾ എഴുതുകയാണെങ്കിൽ അങ്ങനെയും എഴുതാം. എന്നിട്ട് അതിന്റെ കാരണവും കൂടി എഴുതാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും ഈ ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാണ്, ഇപ്പം പോവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? കാരണം ഇനി ലൈവ് ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് വരിക കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. നിങ്ങളെല്ലാവരും
ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും കൂടെ മെമ്പർ ആവുക. ഇനി അവഞ്ചേഴ്സ് ബാച്ച്, നമ്മുടെ ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താം കേട്ടോ. താല്പര്യമുള്ളവര് അങ്ങനെയും ചെയ്യാം. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.